അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാസിയാസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പുതിയ പ്രേക്ഷകർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മുടെ നാടും നഗരവുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ, അതായത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടിങ്ങിൻ്റെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന ഘടകങ്ങളുണ്ട്. നമ്മുടെ നാടും നഗരവുമെല്ലാം ഇലക്ഷന് വേണ്ടി ഒരുങ്ങിക്കഴിയുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും വോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഞാനിവിടെ സൂചിപ്പിക്കാം. ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഔദാര്യമല്ല, അവകാശമാണ്. അത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടത് അത്യാവശ്യകതയാണ്. പ്രത്യേകിച്ച് സഹോദരികൾ, അവർക്ക് എവിടെയാണോ ഇലക്ഷൻ ഉള്ളത്, ഒരു പക്ഷേ അവരുടെ ഹസ്ബൻഡ് വീട്ടിലായിരിക്കാം, അപ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ ആയിരിക്കും അവർക്ക് ഇലക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷനെ മാക്സിമം നമ്മൾ വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം. പ്രത്യേകിച്ച് മറ്റുള്ള വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് SIR നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ വർഷം SIRൻ്റെ ഫോമുകളെല്ലാം നമ്മൾ പൂരിപ്പിച്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത നമ്മൾ മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും 2022 ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ SIR നമ്മൾ ഫോം പൂരിപ്പിച്ചത് കൊണ്ട് കുറേ വോട്ടുകൾ കള്ളവോട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ്. SIRൻ്റെ ആധികാരികതയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്രാവശ്യം കൂടുതൽ ഭൂരിപക്ഷമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വോട്ടിങ്ങിൻ്റെ കൂടുതൽ പ്രാധാന്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ളത് അതിൻ്റെ ഒരു വിജയത്തുടക്കം തന്നെയാണ്. 2002 ലിസ്റ്റിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വോട്ടിങ്ങിന് നമ്മൾ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം താല്പര്യത്തിന്, എൻ്റെ ആവശ്യത്തിന്, എൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ നാടിന് വേണ്ടി ഉപകാരം ചെയ്യുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നാട്ടുകാർക്കാണെങ്കിലും അതല്ലെങ്കിൽ നഗരത്തിലാണെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ആർക്കാണെങ്കിലും സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ സപ്പോർട്ട് ചെയ്യുന്ന
പ്രതികരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണം നമ്മൾ നിർണയിക്കാൻ. അല്ലാതെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നാടുകൾക്ക് വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന, അതനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന വൈദഗ്ധ്യമുള്ള ആളെയാവണം നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വിവേകമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വൈകാരികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത് ഇപ്രാവശ്യത്തെ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത്. നമ്മൾ വിവേകപൂർണമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു വേണം ഇപ്രാവശ്യത്തെ വോട്ട് വിനിയോഗിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, 2.86 കോടിയോളം ചെലവ് വരുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അത്രത്തോളം സർക്കാരിന് ഭാരിച്ച ചെലവുണ്ട് എന്നതാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു വ്യക്തിക്ക് 70 രൂപ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 200 കോടിയോളം രൂപ ചെലവ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഈ ഇലക്ഷനിൽ ഇപ്രാവശ്യം ആളുകൾ ചെലവ് കൂടുക എന്നല്ലാതെ കുറയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ SIRനെ പരിഗണിച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വോട്ട് ചെയ്യാൻ വരുമെന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി, നമ്മുടെ വാർഡിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ആളെയാവണം നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കേണ്ടത്. സ്വാർത്ഥത ഇവിടെ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല. അവിടെയെല്ലാം നമ്മൾ നാളുകൾക്ക് വേണ്ടി, ആ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെയാവണം നമ്മൾ പരിഗണിക്കേണ്ടത്. നിസ്വാർത്ഥരായ സ്ഥാനാർത്ഥികളെ വേണം നമ്മൾ കൈപ്പിടിച്ച് രംഗത്തേക്ക് കൊണ്ടുവരാൻ. അവരെ വേണം നമ്മൾ മുന്നോട്ട് നയിക്കാൻ. അവർ വേണം നമ്മളെ മുന്നോട്ട് നയിക്കാൻ. അതുകൊണ്ട് തന്നെ സ്വന്തം നാടിനു വേണ്ടി, പഞ്ചായത്തിന് വേണ്ടി, വാർഡിന് വേണ്ടി ഒരു കാര്യം ഒരാൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ഇതിൽ ഇത് എന്നത് നമ്മുടെ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, ഒരു സത്യത്തിനുള്ള പോരാട്ടമാണ്, ഒരു നീതിക്കുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിയത്ത് നിർബന്ധമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നിയത്ത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിയത്ത് നിർബന്ധമാണ്. നിയത്തോടു കൂടി നമ്മൾ ആ കാര്യം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മൾ പടച്ച റബ്ബിനോട് പറയുക, ഞങ്ങൾക്ക് നല്ലൊരു ഭരണാധികാരിയെ ലഭിക്കണം, നീതിയും പിന്നെ അതുപോലെ തന്നെ സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ് നിലകൊള്ളേണ്ടത് എന്ന ഉദ്ദേശത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടു കൂടി നമ്മൾ വോട്ടിംഗ് മെഷീനിൽ കൈ അമർത്താൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നിയ്യത്ത് നമ്മൾ ഫലപ്രാപ്തിയിലൂടെ എത്തുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭരണാധികാരിയെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി സമ്മാനിക്കാൻ സാധിക്കും. അതിനാൽ നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട്, സത്യത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തിയെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിനാൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു ബർക്കത്ത് അതിലുണ്ടാവും.
അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആരാണോ സ്ഥാനാർത്ഥിയായിട്ട് കരുതിയിട്ടുള്ളത് അവർ തന്നെ വിജയിച്ചു വരും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിയത്ത് മനസ്സിൽ കരുതിയിട്ട് വേണം ഇലക്ഷനിൽ നമ്മൾ വോട്ട് മെഷീനിൽ കൈയമർത്താൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. ബിസ്മിയെല്ലാം ചൊല്ലിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ചിഹ്നത്തിൻ്റെ മേൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരെയാണോ കരുതുന്നത് അവർ തന്നെ അധികാരത്തിലെത്തും. ബിസ്മി പരിഗണിച്ചിട്ട് വേണം നമ്മൾ ആ വ്യക്തിയുടെ ചിഹ്നത്തിൻ്റെ മേൽ നമ്മൾ കൈ പതിപ്പിക്കേണ്ടത്. കൂടാതെ അതിനുശേഷം നമ്മൾ അൽഹംദുലില്ലാ എന്ന് തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിനോട് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ, ഒരു പഞ്ചായത്തിൻ്റെ, ഒരു വാർഡിൻ്റെ ഇലക്ഷനിൽ എനിക്ക് എന്തായാലും എൻ്റെ മുദ്ര പതിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു തികഞ്ഞ ഒരു സന്തോഷം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണോ അവർ തന്നെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാഥൻ നമുക്ക് ചെയ്തു തരുക തന്നെ ചെയ്യും. അതിനാൽ അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ അതിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് ബാലറ്റ് പേപ്പറിൽ ആദ്യം കാണുന്നത് ഒരു അൽഹംദുലില്ലാ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചല്ലോ, നമ്മുടെ നാടിനു വേണ്ടി, നഗരത്തിനു വേണ്ടി, നമ്മുടെ പഞ്ചായത്തിനു വേണ്ടി എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി വേണം നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 3 ബാലറ്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ ആദ്യമായി വരുന്നത് വെള്ള ബാലറ്റാണ്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കുള്ളതാണ്. അത് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചിഹ്നത്തിൽ നമ്മൾ മുദ്ര പതിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. രണ്ടാമത് വരുന്ന ബാലറ്റ് എന്ന് പറയുന്നത് പിങ്ക് നിറത്തിലുള്ള ബാലറ്റാണ്. പിങ്ക് നിറത്ത് അതിൽ എന്ന് പറയുന്നത് അത് ബ്ലോക്ക് തലത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഏതാണോ സ്ഥാനാർത്ഥി ആ സ്ഥാനത്തിന് നേരെ മുദ്ര പതിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുക. മൂന്നാമതായി വരുന്നത് ഇളം നിറത്തിലുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ബാലറ്റാണ്. അതിൽ നമ്മൾ ഏതാണോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ മുദ്ര പതിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാ ഈ 3 നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് തലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ 3 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് മെഷീനിൽ ഒരു ബീപ്പ് എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മളോ അത് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടാൻ പാടുകയുള്ളൂ. കൂടാതെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, വോട്ടിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഇടത് വിരലിൻ്റെ കയ്യിൽ പുരട്ടുന്ന മഷിയെക്കുറിച്ചാണ്. കൂടുതൽ ആളുകൾക്കും ഇതിലാണ് സംശയമുള്ളത്. വൊളു ചെയ്യുന്ന സമയത്ത് അത് തടസ്സമാവുമല്ലോ, ബുദ്ധിമുട്ടാവുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പണ്ടുള്ള ആളുകളെല്ലാം ഇലക്ഷന് പോകുന്ന സമയത്ത് അവർ വോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം അവരുടെ തല എന്ത് ചെയ്യും, ഇങ്ങനെ തല വിരലിങ്ങനെ എണ്ണയിലിങ്ങനെ ഉരയ്ക്കും. അവരുടെ തലയിലിങ്ങനെ കൈ ഉരയ്ക്കും. എന്താണ് കാരണം അപ്പോൾ തന്നെ ആ മഷി പോകാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ പടരും, അല്ലെങ്കിൽ മഷി അവിടെ ആകെ കൂടിക്കിടക്കും. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. തീർച്ചയായിട്ടും വോട്ടിംഗ് മെഷീൻ്റെ മഷി എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാക്കാത്തതാണ്. അതൊരു കെമിക്കൽ മഷിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പൊതുവുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉണ്ടാക്കാത്തതാണ്. ഇതിനും ഈ വോട്ടിങ്ങിൻ്റെ മെഷീനിൻ്റെ മഷിക്കും ഒരുപാട് സാമ്പത്തികം ആവശ്യമുള്ള ഒരു വസ്തുതയാണ്. കർണാടക സർക്കാരിൻ്റെ കീഴിൽ
മൈസൂർ പൈൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ഇതിൻ്റെ അവകാശമുള്ളതാണ്. അവരാണ് ഇതിൻ്റെ അവകാശം നടത്തിക്കൊണ്ട് പോരുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ കോടികൾ മുടക്കിക്കൊണ്ടാണ് അവർ ഇത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിലുള്ള ആ മഷി നമ്മുടെ സാധാരണ ഇടത് വിരലിൻ്റെ കയ്യിലാണ് മഷി പുരട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ മഷി ഒരു കെമിക്കൽ മഷിയാണ്. സിൽവർ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള മഷിയാണത്. അത് കൂടുതലായാൽ അപകടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കയ്യിൽ പതിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഉരച്ച് കളയുകയോ അല്ലെങ്കിൽ ചുരണ്ടി കളയുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇടത് നഖത്തിൻ്റെ സ്കിൻ ഇളകി പോകുന്നതോടുകൂടി അത് റിമൂവ് ആവും. അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അത് നമ്മുടെ ഒതു സംബന്ധമായിട്ട് ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാക്കാത്തതാണ്. അത് നമ്മുടെ കള്ളവോട്ട് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വ്യാകുലതയും പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇലക്ഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ നാടിന് വേണ്ടി, നഗരത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ആളെയാവണം നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരേണ്ടത്. നമ്മുടെ ലോകത്തെ വേണ്ടി സമാധാനവും ശാന്തിയും നിലനിൽക്കാൻ വേണ്ടി, സൗഹൃദം നിലനിർത്താൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന, നാടിന് വേണ്ടി വികസനങ്ങൾ കൊണ്ടുവരുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ വേണം നമ്മൾ ഇപ്രാവശ്യം വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. അത് ഏതായാലും 1962 മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ടാവണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിയ്യത്തുണ്ടായിരിക്കണം. കൂടാതെ വോട്ട് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിരമിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും പ്രാവശ്യത്തെ നമ്മുടെ വോട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കണം. സർവശക്തൻ അതിനുവേണ്ടി നമ്മളെ തുണക്കട്ടെ. അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനും നഗരത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമുദായങ്ങളിലെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന നല്ല കരുത്തുറ്റ, നാടിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യസമയത്ത് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടാവണം നമ്മുടെ ഇലക്ഷൻ ആരംഭിക്കേണ്ടത്. കൂടാതെ അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മൾ അവസാനം നമ്മൾ ചേർത്തി കൊടുക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ അല്ലാഹുവേ, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി, നമ്മുടെ വാർഡിന് വേണ്ടി, നമ്മുടെ ലോകത്തിന് വേണ്ടി അല്ലേ, ഐക്യം കൂട്ടുപിടിക്കുന്ന, സാഹോദര്യം നിലനിർത്തുന്ന അല്ലേ, മറ്റുള്ള ആളുകളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സെക്യുലറിസം വളർന്നു വരുന്ന ഒരു വിജയമാണ് ഞങ്ങൾക്ക് തുറന്നു തരേണ്ടത് എന്നുള്ള ഒരു തേട്ടം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മളെ കേരളക്കരയിൽ, നമ്മളെ കേരളത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പച്ചപ്പ് മാത്രമല്ല, ഇവിടെയുള്ള ഇതര സമുദായത്തിലുള്ള ആളുകളുടെ ചേർത്ത് പിടിക്കലും കൂടിയാണ്. നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചുള്ള സന്തോഷത്തോടെയും
ഐക്യത്തോടു കൂടിയുള്ള സമാധാനപരമായിട്ടുള്ള ആ ഒരു ജീവിത അന്തരീക്ഷം കൂടി കൈവരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളെ കേരളക്കര നല്ലൊരു രീതിയിൽ സമ്പൂർണ്ണമാകുന്നത്. ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും എല്ലാ ആളുകളും ഒരു ഉമ്മയെപ്പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷത്തോടു കൂടെയും ഐക്യത്തോടു കൂടെയും വളർന്നു വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളെ കേരളക്കര സ്വർഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്നാവട്ടെ നമ്മുടെ ഇന്നത്തെ വോട്ടിൻ്റെ നാന്ദി കുറിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മത്തെ വിജയിപ്പിക്കട്ടെ, വിജയത്തെ വിജയിപ്പിക്കട്ടെ, അതുപോലെ തന്നെ സത്യത്തെ വിജയിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.